दी, इसी कारण में धन्यवाद। ഇന്ന് പകൽക്കാലം നല്ല രീതിയിൽ ആത്മീകമായ ഉണർവ് നൽകുന്ന ഗീതങ്ങളാൽ നമ്മെ പിന്നെയും ബലപ്പെടുത്തിയല്ലോ. आज सुबह ही वक्त गीत के द्वारा हमारा मन को हर्षित किए हुए जो पार्श्व परिवार के लिए धन्यवाद। ആ പാട്ടുകൾ ഇന്ന് പകൽക്കാലം നമ്മെ ഒന്നുകൂടെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കാനും ദൈവം കൃപ ചെയ്തു. आज सुबह के गीत के द्वारा हमारा मन तो और दौड़ा, हर्षित आनंद बनाने के लिए अवसर दी, इसी कारण में धन्यवाद। ദൈവത്തെ സ്തുതിക്കുവാൻ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തു. गीत गाते हुए समय गीत के द्वारा हमारा मन अज्ञानित में रहते हैं, तब ही हमारा मन परमेश्वर की ओर लगे रहने के लिए अवसर दिया। धन्यवाद। അതെ, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുമ്പോൾ കണ്ണുനീരോടല്ലാതെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയത്തില്ല. അത്രത്തോളം ഒരു ആത്മീക അഭിഷേകം ഇന്ന് പകൽക്കാലം വ്യാപരിക്കാനിടയായി. गीत के द्वारा और परमेश्वर की महिमा देता हुआ समय हमारे आंसू, आंख से आंसू आते हैं, इसी नाई जो गीत गाने के लिए अवसर दी है. കാരണം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന രീതിയിലാണ് ഇന്ന് പകൽക്കാലമുള്ള വർഷിപ്പ് ദൈവം നമുക്ക് ഒരുക്കി തന്നു. हमारा अंधकरण को और दौड़ा जागने के लिए अच्छे गीत दिया, इसलिए धन्यवाद. കർത്താവിന്റെ ദാസനെ കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. परमेश्वर के दास सजी पास्टर परिवार को परमेश्वर ने अनुग्रह दे, हम उन्हीं के लिए प्रार्थना में लवलीन रहे. ഇന്ന് പകൽക്കാലം കടന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आज भोर की समय प्रभु की ओर आए सारे सभियों के लिए मैं मसीह के नाम में नमस्कार देता हूँ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. बीते दिनों में हमारा साथ रहकर हमारा साथ रहने वाला मसीह को भी हम धन्यवाद देते हैं. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ച നമ്മെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽക്കാലവും നമ്മോട് സംസാരിപ്പാനും അനുഗ്രഹിപ്പാനും ശക്തനാണ്. बीते दिनों में हमारा साथ बात किए हुए जो मसीह की सामर्थ्य शक्ति आज भी हमारा साथ सामर्थ्य बनने के लिए हम प्रार्थना करें. നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. आज सुबह ही वक्त प्रार्थना के साथ बैठ जाए. കഴിഞ്ഞ ദിവസം ജോർജ് തോമസ് പാസ്റ്റർ കൂടെ നല്ലൊരു സന്ദേശം കേൾക്കുവാനിടയായി. बीते दिनों में एक अच्छे सुसंदेश सुनने के लिए अवसर हुई है. ഞാൻ ആ പ്രസംഗം ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയായിരുന്നു. और वो वचन ट्रांसलेशन देते थे तब अपने आप को थोड़ा जांचने के लिए अवसर हुई थी. കാരണം കർത്താവിന്റെ ദാസൻ പറഞ്ഞതായ അനുഭവ സാക്ഷ്യം ഞാനും ആ മേഖലകളിൽ കൂടെ കടന്നു പോകുവാൻ ദൈവം ഇടവരുത്തി. बीते दिनों में जो अनुभव परमेश्वर के दास जोई पास्टर का अनुभव भी है. ചില സമയങ്ങളിൽ കർത്താവിന്റെ ദാസൻ എന്നെ നേരിട്ട് വിളിച്ച് എന്നെ ആ കാര്യത്തിൽ ആശ്വസിപ്പിക്കുവാനിടയായി. और कई बार जोई पास्टर को फोन करके कुछ बाद में दिलाजा देने के लिए अवसर हुई थी. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമ്മെ നേരിട്ട് ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടായെന്ന് വരത്തില്ല. और कई प्रकार की प्रश्न शोक हमारा जीवन में आते हैं, तब दिलाजा देने के लिए, आश्वासन देने के लिए हमारा साथ कोई भी शायद नहीं रहेंगे. പലപ്പോഴും ആശ്വസിപ്പിക്കുന്നവർ ഇയ്യോബിനെ ആശ്വസിപ്പിച്ചതുപോലുള്ള വ്യസനിപ്പിക്കുന്ന ആശ്വാസകരായി തീരാറുണ്ട്. कई प्रकार आयूब को दिलाजा देने के लिए भाइयों आया, इसी ने आई हमें आश्वासन देने वाला भी है. കാരണം നമ്മോട് നേരിട്ട് സന്തോഷത്തോടുകൂടെ പെരുമാറുകയും പിന്നിൽ നിന്ന് നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ നേരിടുവാൻ ഇടയായിട്ടുണ്ട്. परमेश्वर के दास की जिंदगी में भी हमारा मुहामुह देखते हुए दिलाजा देता है, अच्छे खूबसूरत बात करते हैं, पीछे से धक्का मारने वाला भी है.
കർത്താവിന്റെ പറഞ്ഞ ഒരു കാര്യം, ആമേൻ, തനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ല ഉറക്കം ലഭിക്കുന്നു. അത് ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. मैंने ये बात कहने लगी और मेरा मन इतना बोझ से भर जाते हैं, दुखी होता है, लेटेंगे अच्छा मीठी नींद मिलता है। പക്ഷെ എന്റെ ജീവിതത്തിൽ നേരെ മറിച്ചാ സംഭവിക്കുന്നത്. परमेश्वर की दास की जिंदगी में वो बदल काम होते हैं। എങ്കിലും അതൊരു അനുഗ്രഹമാണ്. കാരണം ആ സമയങ്ങളിൽ ആമേൻ ദൈവത്തോട് തന്നെ ആമേൻ പ്രാർത്ഥിപ്പാനും ദൈവിക പ്രവർത്തികളെ കുറിച്ച് ഓർക്കുവാനും ദൈവം കൃപ ചെയ്യുന്നു. वो नींद नहीं मिलता है कारण वो तो परमेश्वर का एक वरदान है, बहुत सारे बात स्मरण करते हुए प्रार्थना करने के लिए अवसर होते हैं। കാരണം ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി, കഴിഞ്ഞ ഏകദേശം 1 വർഷമാകുന്നു ഈ ഉറക്കം എന്റെ ജീവിതത്തിൽ അങ്ങ് നീങ്ങിപ്പോയെന്ന് തന്നെ പറയാം. और 1 साल भर परमेश्वर की दास की ये मीठी नींद उन्हीं में से हट गई है। എന്ന് പറഞ്ഞാൽ ആമേൻ പകലൊന്നും അങ്ങനെ ഉറങ്ങുന്ന ശീലമില്ല, പക്ഷെ രാത്രിയും ആമേൻ കുറച്ച് സമയമായി ഉറക്കം കിട്ടുന്നുള്ളൂ. और दिन में इतनी नींद नहीं है और रात को भी नींद कम मिलते हैं। പക്ഷെ ആ സമയങ്ങളിലെല്ലാം ദൈവപ്രവൃത്തിയെ കുറിച്ച് ഓർക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം കൃപ ചെയ്യുന്നു. वो ही समय अधिक से अधिक समय प्रभु ने हमारे में किए हुए वरदान अनुग्रह के बारे में स्मरण करने के लिए अवसर मिलता है। ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പിന്നിലും ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. मैं कहने की अर्थ यह है, हमारा पीछे कोई किसी कुछ करते हैं, उसमें प्रभु का कुछ इतिहास बनाने के लिए है। അതെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളെ ദൈവം പഠിപ്പിക്കുന്നത് പല വിഷയങ്ങളിൽ കൂടെ ആയിരിക്കാം. हमारा जिंदगी में बहुत सारे बात मसीह ऐसे प्रश्नों में हमें सिखाते हैं। അത് ആ പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനും എന്നും ഓർത്തിരിക്കുവാനും കഴിയുന്നത്. वो प्रश्न गुजर जाते हैं, उसी समय कई प्रकार की अनुभव सीखने के लिए और उसमें मनन करने के लिए भी अवसर होता है। ആ സംഭവങ്ങൾ നമ്മെ പിന്നെയും ബലപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുകയും നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു പുതിയ ബലം നൽകുകയും ചെയ്യുന്നു. ऐसे अनुभव संपन्न होते हैं, कई प्रकार की बात काम कार्यों में आगे बढ़ने के लिए भी अवसर मिलता है। കാരണം നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് ഒന്നും പ്രവർത്തിക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. हमारा जिंदगी में दोष आरोपित होने के लिए प्रभु अवसर नहीं देता है। കാരണം ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടും നമ്മുടെ അനുഗ്രഹത്തിനുമായിട്ടും അത്രേ. कारण प्रभु मसीह हमारे में किया करता है और अनुभव की बातचीत होने के लिए है। ആ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടുവന്ന വചനവും അപ്രകാരമായിരുന്നു. बीते दिनों में अमानन किया करता था, जो वचन वही इसकी सातवीं साथ दे। ആ വചനം തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. वही वचन और एक बार हम मनन करें। ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. लूका की सुसमाचार प्रथम अध्याय की और 6वीं पद। ലൂക്കോസ് 1:6. लूका की सुसमाचार पहले अध्याय की 6वीं पद. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. यहाँ पर यही पाया जाता, वे दोनों परमेश्वर के सामने धर्मी थे और प्रभु की सारी आज्ञाओं और विधियों पर निर्दोष चलने वाले थे। ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാനിടയായി, രണ്ടുപേരും മനുഷ്യരുടെ മുമ്പേ അല്ല, ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കുറ്റക്കാരില്ലാത്തവരായിരുന്നു. बीते सप्ताह हम मनन किया, दोनों पति पत्नी दोनों और मसीह के सामने अच्छे चाल चलन थे। കാരണം രണ്ടുപേരും ഒരുപോലെ ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും അനുഗ്രഹം. कारण दोनों एक मनसा से एक तरीका जीवन बिताना एक अलग अनुभव है।
കാരണം ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു ദൈവദാസന് അല്ലെങ്കിൽ ഒരു പുരുഷന് ലഭിക്കുന്നതായിട്ടുള്ള കൃപയായിരിക്കില്ല പലപ്പോഴും സ്ത്രീക്ക് ലഭിക്കുന്നത്. एक पुरुष को मिलते जो वरदान नहीं औरतों को मिलते हैं। എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർക്ക് ലഭിച്ചതായിട്ടുള്ള കൃപ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചതായിട്ടുള്ള ആ ദൈവിക വെളിപ്പാടായിരിക്കത്തില്ല തന്റെ ഭാര്യയ്ക്ക് ലഭിക്കുന്നത്. पास्टर को वरदान मिला है जो वरदान के आधार पर नहीं है, और पास्टर की पत्नी को मिलता हुआ वरदान। അതുകൊണ്ട് രണ്ടുപേരുടെയും ചിന്താഗതിക്കും രണ്ടുപേരുടെ പ്രവർത്തനത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കാം. इसी कारण में दोनों का काम कार्य फिर फर्क पड़ते हैं। കാരണം ഒരാൾ വിശ്വസിക്കുകയും ഒരാൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനോട് കൂടെ തന്നെ മറ്റാൾ നിൽക്കുമ്പോഴാണ് അവിടെ അനുഗ്രഹമായി മാറുന്നത്. एक व्यक्ति इसका हमारे पति या पत्नी अच्छे सफलता काम करते रहते हैं, उसकी साथ भी साथ इनका जोड़ीदार भी करेगा तो वो फल मिलता है। തിരുവചനം പറയുന്നത് അവർ രണ്ടുപേരും ഒരുപോലെ ദൈവസന്നിധിയിലായിരുന്നു. परमेश्वर की वचन यही बात सिखाते, वे दोनों परमेश्वर के सामने धर्मी थे। അതുപോലെ തന്നെ നമ്മൾ കണ്ട് ഒരു കുടുംബം അതുപോലെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി തീർന്നു. हम जो पाया गया है वो पारिवारिक जीवन धार्मिकता के लिए और जीवन रखा था। ഉൽപ്പത്തി 7:1 നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, നോഹയും കുടുംബവും മാത്രം ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി തീർന്നു. उत्पत्ति नबी की पुस्तक 7वां अध्याय में हम पाया गया है नूह और उनका परिवार परमेश्वर के सामने धार्मिकता में थे। അവൻ കുടുംബത്തോടൊപ്പം തന്നെ ദൈവത്തോടു കൂടെ നടക്കുന്നവനായി തീർന്നു. परिवार समेत यहोवा परमेश्वर की बातों को और पीछे पीछे पग रखने वाले थे। ദൈവം പറയുന്നത് അതുപോലെ കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. और यहोवा परमेश्वर ने जिन बात कहे सभी ने और आंख बंद कर विश्वास करने वाले थे। അവിടെ നമ്മൾ കാണുന്നത് അപ്പന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് തന്നെ ആ അമ്മയും മക്കളും കുടുംബവും അവരുടെ കൂടെ തന്നെ നിൽക്കാനിടയായി. पिता नूह को मिला हुआ प्रकाशित की आधार पर उनका पत्नी, उनका बेटाओं, उनका बहुओं वो रास्ता में चले गई थी। എന്ത് അനുഗ്രഹപൂർണമായ ഒരു കുടുംബം എന്ന് നോക്കിയേ. जितने आशीष पाए हुए परिवार है, അവർ എല്ലാവരുടെയും ചിന്ത ഒന്നായിരുന്നു, അപ്പൻ എന്തു പറയുന്നു അതിനനുസരിച്ച് നീങ്ങുന്ന ഒരു കുടുംബം. ये परिवार में पिताजी ने जो बात कहते हैं वो बात के आधार पर चलने वाले हैं वो पारिवारिक जीवन। അതുകൊണ്ടാണ് ദൈവം അവരെ കുറിച്ച് പറയുന്നത് ആ തലമുറയിൽ അവർ നീതിയുള്ളവരായിരുന്നു. इसी कारण में वचन बताता है वो पीढ़ियों में ये नूह और उनका परिवार धार्मिकता में थे। ലോകത്തിലെ സകല മനുഷ്യരും അവരവരുടേതായ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ, നീതിയില്ലാത്തവരായി ജീവിക്കുമ്പോൾ, ഒരു കുടുംബം മാത്രം ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി തീർന്നു. दुनिया में उस जमाने में हर परिवार अधर्म में जाते हुए समय नूह और एक परिवार धार्मिकता के लिए खड़ा हुआ है। നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാട് ശരിയല്ല, നമ്മുടെ ദേശം ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ശരിയല്ല എന്ന്. शायद हो हमारा मुंह से आया आता होगा, हमारा चारों तरफ हमारे लिए अनुकूल नहीं और विश्वास योग्य में नहीं रहना की सुविधा फला नहीं है, कहा होगा। കാരണം ഞാനിപ്പോ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തും അവിടെ പലരും എന്നോട് ഇങ്ങനെ പറയാനിടയായി, ഈ സ്ഥലം ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ്. परमेश्वर की दास ने अभी सेवकाई करते हैं, जो स्थान के बारे में कई लोग कहने लगा सेवकाई के लिए फलवंत जगह है नहीं है। ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ആയിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വളരെ മോശപ്പെട്ട സ്ഥലമായിരുന്നു. परमेश्वर की दास ने यह बात कहने लगा अभी सेवकाई करते हैं, उसके पहले सेवकाई किया, इससे भी गंभीर हाल में रहे थे। കാരണം യാതൊരു വിധമാകുന്ന സാഹചര്യങ്ങളും ഇല്ലാതെ അവിടെ താമസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏറ്റവും കഠിനമേറിയ ഒരു സ്ഥലമായിരുന്നു.
कारण वहां पर रह नहीं सकते हैं। ऐसे प्रकार की कठिन शोधना में रहते हुए जगह थे। മാത്രമല്ല ആ സ്ഥലത്തോട്ട് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുക, ഒരു ടാക്സി വിളിച്ചാൽ പോലും ആ ദേശത്തിൽ വരത്തില്ലായിരുന്നു. और केवल इतना ही नहीं, कोई जाने के लिए किराया पर एक टैक्सी गाड़ी बुलाएगा तो भी वो गाड़ी भी वहां पर आते नहीं है। അത്രത്തോളം ഭയപ്പെടുത്തുകയും അത്രത്തോളം മോശപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. इतना भी जो पाप अपराध में गिरे हुए एक गली में शेरी में पास्टर साहब रहकर सेवकाई की है। ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു 2 കുടുംബം മാത്രമേ അവിടെ വിശ്വാസികളായിട്ടുള്ളൂ. അത് രണ്ടും 2 ചർച്ചിൽ ഒരു സഹോദരനും സഹോദരിയും. और परमेश्वर के दास जिन स्थान में सेवकाई के लिए गए थे वहां पर 2 परिवार यीशु मसीह की सच्चाई आराधना के लिए जाते थे। दो चर्च में आराधना के लिए जाते रहते थे। മാത്രമല്ല 10ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. केवल इतना ही नहीं, 10 शब्द वाला भाषा वाला बोलने वाले वहां पर थे। ക്രൈസ്തവരോട് അവിടെ വ്യാപരിച്ചു കൊണ്ടിരുന്ന ഒരു അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, ആത്മഹത്യയുടെ പ്രേരണ ചെയ്യുന്ന ഒരു ആത്മാവ്. वहां पर एक शैतान की एक महाभूत वहां पर थे, लोगों को आत्महत्या के लिए चलाते थे। वो ആ ആത്മഹത്യ എല്ലാം ഒരേ രീതിയിലാണ് നടക്കുന്നത്, മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുക. जो हत्या करते हैं रोखेल डालते हैं, आग जलाते हैं। ഒരെണ്ണം നടന്നു കഴിഞ്ഞാൽ ഉടനെ ആ തുടർമാനമായി ഒരു 5-6 എണ്ണം അവിടെ നടന്നിരിക്കും. एक व्यक्ति आत्महत्या किया है तो 6-7 लोग सामने साथ ऐसे चलते थे। ആ ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു കാരണവും ആവശ്യമില്ല, നിസാര സംസാരങ്ങൾ മതി. आत्महत्या करने के लिए कोई कारण का जरूरत नहीं, मामूली बात इसका पीछे है। ഒരിക്കൽ ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ ആദ്യം അവിടെ ഇരുന്ന ആളെ ഓടിച്ചു വിട്ട പിശാച് അവിടെ ഉണ്ട്, അവിടെയാണോ ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കാനിടയായി. परमेश्वर के दास को एक व्यक्ति ने पूछताछ करने लगी। पहले सेवकाई के लिए एक दास ने गई, उनको बकाया वही स्थान में आप भी गई है। ആമേൻ. ക്രൈസ്തവരോട് ഞാൻ പറഞ്ഞു, എന്നെ ദൈവം അവിടെ കൊണ്ടുവന്നത് അതെന്നെല്ലാം ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാ. प्रभु के दास ने यह बात कहने लगी, परमेश्वर के दास को उधर ठहराया, प्रभु को कुछ काम गारी का तरफ करने के लिए है। മാത്രമല്ല ഞാൻ പറഞ്ഞത്, അവിടെ വെള്ളമോ വെളിച്ചമോ റോഡ് സൗകര്യമോ ഒരു ടോയ്ലറ്റോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. और वहां पर पानी नहीं, प्रकाश ज्योति नहीं, जो कुछ कोई व्यवस्था नहीं, ऐसी प्रकार की एक जगह है। എന്നാൽ ആ സ്ഥലത്തെ ആമയെ പൂർണ്ണമായി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞു. वो स्थान को कई प्रकार के काम कार्यों से बदलाहट डालने के लिए प्रभु के दास को प्रभु ने उपयोग किया है। അവിടെയുള്ള ആത്മഹത്യയുടെ പ്രവണതയെ ദൈവം എന്നേക്കുമായി തുടച്ചു മാറ്റി. जो आत्महत्या आत्मा करते थे, जो प्रभु की आत्मा की अगुवाई से हटाने के लिए अवसर हुई है। ആമേൻ. അവിടെ ഓരോ ഗല്ലിയായി കടന്നു ചെന്ന് സുവിശേഷം പറയുവാനും കൺവെൻഷൻ നടത്തുവാനും ദൈവം സഹായിച്ചു ഞങ്ങളെ. शेरी गली पर जाकर सुसमाचार फैलाकर और आम तौर पर मीटिंग भी वहां पर रखे थे। കാരണം ഗോഡ്സ് മിഷന്റെ പ്രവർത്തനം അവിടെ ആരംഭിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥിതി ആയിരുന്നു എങ്കിൽ ഇന്ന് എല്ലാം ഉള്ളതാക്കി മാറ്റി. गॉड्स मिशन की प्रेयर वहां पर चालू किया, उस समय कुछ भी नहीं था, आजकल दिनों में सब कुछ वहां पर है। ആമേൻ. അവിടെ ഇന്ന് വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, റോഡുണ്ട്, ബസ് വരെ അവിടെ വരുന്ന സൗകര്യം ദൈവം ഒരുക്കി. जो शहरी में और पानी नहीं था, ज्योति नहीं था, गाड़ी नहीं था, कुछ नहीं था, आजकल दिनों में सब कुछ वहां पर संपन्न है। ആമേൻ. ഇന്ന് VT സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് പോകാൻ വേണ്ടി മാത്രം ബസ്സുണ്ട്. पीटी स्टेशन में कोई पहुंचते हैं, वो वही शहरी में जाने के लिए बस भी होता है। ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറയും നമ്മുടെ ചുറ്റുപാടുകൾ ശരിയല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലം ശരിയല്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്.
हम ये बात कहने लगते हैं, हम रहते हैं जो स्थान हमारे लिए अनुकूल नहीं, प्रतिकूल की वातावरण वहां पर होता है, हम जो बात कहते रहते हैं. മാത്രമല്ല അവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുവാനുള്ള സാഹചര്യമില്ല, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അവിടെ ഒരു രീതിയിലും വളരാൻ കഴിയത്തില്ല എന്ന് എപ്പോഴും ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. वो लोग ने ऐसी बात करते रहते हैं और बच्चों को बढ़ने के लिए योग्य स्थान नहीं है, केवल छोटी लड़कियों को वहां पर पालन करने के लिए कठिन परिस्थिति वहां पर है. എന്നാൽ അവിടെ തന്നെ ദൈവം എനിക്ക് 2 പെൺമക്കളെ തന്നു, അവർ ദൈവഭയത്തില് അവരെ കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. वही स्थान में परमेश्वर को दास को 2 बेटियों को दी, वो बेटियों को पालन पोषण करने के लिए प्रभु ने वहां पर मुझे को अवसर दी है. അവിടെ നല്ലൊരു സാക്ഷ്യമുള്ളവരായി തന്നെ ഞങ്ങൾക്ക് 10-22 വർഷം കഴിയുവാൻ ദൈവം സഹായിച്ചു. वही स्थान में 22 साल वहां पर रहकर परमेश्वर की सेवकाई में उचित रीति पर आगे बढ़ने अवसर दी है. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് ദി ലോർഡ്, സാഹചര്യം എന്ത് തന്നെ ആയാലും നമുക്ക് അവിടെ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാൻ നമുക്ക് കഴിയും. परिस्थिति कैसा भी हो, क्या ना क्यों ना हो, वहां पर प्रभु की सच्चाई में रहने के लिए प्रभु अनुमति दिया देता है. ലോകം മുഴുവനും പാപത്തിന്റെ അധീനതയിലും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം നടക്കുമ്പോൾ ഒരു കുടുംബം മാത്രം മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ വിഷയമല്ല. और दुनिया पूरा पाप की गिरावट में रहते हैं, जो अपराध में लोग जाते उनके बीच में एक परिवार विश्वास योग्य में रहते हैं, वो मामूली बात नहीं है. അവർക്ക് വിരോധമായി പലവിധമാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. उसका विरोध में और कई प्रकार के प्रश्न और रोग, कई प्रकार की बात वहां पर संबंध है. ഏത് പ്രശ്നങ്ങളുടെ മധ്യ ആയിരുന്നാലും ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. कोई भी परिस्थिति हो, कोई वातावरण हमारा अनुकूल नहीं, वो ही स्थान में हम मसीह के लिए विश्वासियों की रहना आवश्यकता है. അവിടെ നമ്മൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. वो ही स्थान में हम कैसा रहना, ये वचन हमारे लिए दिया देता है. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, पहले राजा 9वां अध्याय 4वां पद में हम आएगा तो അവിടെ ദൈവം ശലോമോനോട് സംസാരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. वहां पर शलोमोन की ओर कहते हैं जो बात वहां पर पाया जाता है. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്റെ മുൻപാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളിച്ചതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്ക് സ്ഥിരമാക്കും. और यदि तू अपने पिता दाऊद के समान मन की खराई और सिधाई से अपने को मेरे सामने जानकर चलता रहे और मेरी सब आज्ञाओं के अनुसार किया करे और मेरी विधियों और नियमों को मानता रहे, तो मैं तेरा राज्य इस्राएल के ऊपर सदा के लिए स्थिर करूंगा. ദൈവം ശലോമോന് രണ്ടാമതും പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമായി ഇവിടെ കാണുന്നത്. और यहोवा परमेश्वर ने शलोमोन को दूसरा बार प्रकट किया, वो प्रकटीकरण के बारे में ये बात दिया गया है. ഇതിനു മുൻപ് ഒരിക്കൽ ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ശലോമോനോട് ദൈവം സംസാരിച്ചിരുന്നു. इसके पहले यहोवा परमेश्वर शलोमोन को प्रकट किया था. ഇപ്പൊ രണ്ടാമത് സംസാരിക്കുന്നത് അതിന്റെ ആദ്യ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ആലയവും രാജധാനി എല്ലാം പണി കഴിപ്പിച്ചതിന് ശേഷം. और प्रथम पद में आराधनालय
उसका अनुबंध चीजों बनाकर उसके बाद में यहोवा परमेश्वर और इनको बातचीत की थी. ആദ്യം തനിക്ക് പ്രത്യക്ഷപ്പെട്ടത് ആമെ ഗിബയോനിൽ വെച്ചാണെന്ന് ആമെ തിരുവചനം പറയുന്നു. गिबेयोन की ओर से यहोवा परमेश्वर शलोमोन के साथ बातचीत की थी. ഇപ്പൊ രണ്ടാമത് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിക്കുന്നത് दूसरी बार शलोमोन की ओर यहोवा परमेश्वर ने प्रकट होकर बातचीत करते हैं. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നീ ചെയ്യണം. मैं तुम्हें आज्ञा थी, जो आज्ञा के आधार पर तो अनुसार किए जाए. കാരണം ദൈവം കൽപ്പിച്ചതിന് പ്രകാരം നടക്കുക, ഒരു മനുഷ്യൻ പറയുന്നതല്ല, ദൈവം കൽപ്പിച്ച പ്രകാരം നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. यहोवा परमेश्वर यही बात कहते हैं. वो कहते हैं दासों वैसा ही करते रहो. കാരണം നീ എന്റെ സന്നിധിയിൽ നിർമ്മലതയോടും നേരോടും കൂടെ നടക്കുക. कारण यही है, मेरी विधियों और नियमों को मान रहे. ദൈവം പറയുന്നത് ആമേ ലോകത്തിൽ മനുഷ്യരുടെ മുമ്പ് നടക്കുന്ന വിഷയമല്ല, ദൈവ സന്നിധിയിൽ എപ്പോഴും നിർമ്മലതയോടും കൂടെ ഹൃദയ പരമാർത്ഥയോടും കൂടെ നടക്കുക. मनुष्यों का सामने ऐसे जाने का विधि नहीं, यहोवा परमेश्वर के सामने वो अच्छे भले रास्ता ढूंढ कर जाए. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നടക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യത്തുള്ളൂ. परमेश्वर के सामने विश्वास योग्य होकर रहकर समय बिताएगा तो यहोवा परमेश्वर हमारा साथ भी साथ है. പക്ഷെ നമുക്കറിയാം, ശലോമോൻ ദൈവസന്നിധിയിൽ എല്ലാം ചെയ്തുവെങ്കിലും അവസാനം അവൻ അത് പരിപാലിക്കാൻ കഴിഞ്ഞില്ല. शलोमोन ने यहोवा ने कहा जो बात पूरा किया, लेकिन उनका चाल चलन यहोवा का साथ रह नहीं सका था. അതെ, അവന്റെ പ്രവൃത്തിയും അവന്റെ നടപ്പും ദൈവം പറഞ്ഞതുപോലെ കൊണ്ടുപോകുവാൻ അവന് കഴിഞ്ഞില്ല. और उसका परमेश्वर ने कहा आज्ञाओं अनुसार किए करने के लिए, जो विधि करने के लिए उनका जीवन में समय नहीं मिली. അതെ, നമ്മുടെ ജീവിതത്തിലെ ആമേ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന പ്രകാരം ചെയ്യുകയും ദൈവഹിതപ്രകാരം നടക്കുകയും ചെയ്യണം. और यहोवा परमेश्वर ने जो आज्ञा दी, जो आज्ञा के आधार पर जाए, विधियों पूरा करे. കാരണം ആമേ ദൈവവചനം അതാ നമ്മോട് പറയുന്ന. സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അങ്ങനെയാ. और वचन संहिता में लिखा वही वचन पाया जाता है. കാരണം 128 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ആമേ ദൈവം പറയുന്ന ആ വചനം നമുക്കറിയാം. 128 में 28वां पद में अध्याय में लिखा, वहां पर परमेश्वर की आज्ञा की चाल चलन में जाने के लिए. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന യവന് ഭാഗ്യവാനെന്നാ പറയുന്നത്. यहोवा के तेरे घर के भीतर भय मान कर जाने के लिए कहा है. അതെ, അപ്പോ ആമേ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ വഴികളിൽ ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യണമെന്നാണ് ദൈവവചനം പറയുന്നത്. परमेश्वर की वचन की वश में रहकर उनके आज्ञाकारी होकर जाने के लिए प्रभु वचन वायदा दिया है. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അബ്രഹാമിനോടും ദൈവം പറയുന്നത് അങ്ങനെയാ. उत्पत्ति नामे के पुस्तक 17वां अध्याय प्रथम पद में वही बात इब्राहिम की ओर यहोवा ने कहा है. അതെ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. मैं सर्वशक्तिमान यहोवा हूं, तो मेरा पीछे पीछे मेरा शब्द सुनकर हो लिया जाए. ये बात वहां पर दी गई है. അതും അബ്രഹാമിനോട് പറയുന്നത് 99 വയസ്സായപ്പോഴാ. जो इब्राहिम को यहोवा ने फिर भी कहते हैं 99 साल की उम्र में. നമ്മളാണെങ്കിൽ ചോദിച്ചേനെ, ഇത്രയും വർഷം ഞാൻ പിന്നാലെ നടന്നിട്ട് ഇപ്പോഴും ഞാൻ ആമേൻ നിഷ്കളങ്കനല്ലയോ? और इतने साल पूरा पीछे पीछे पकड़ेगा, अभी भी मैं निर्दोषी है नहीं है. എന്താ അബ്രഹാമിന് ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലേ? ये अब्राहम को
यहोवा परमेश्वर को झांझले नहीं मिला है। ആമേൻ. അല്ലെങ്കിൽ ഈ ദൈവം അബ്രഹാമിനെ തിരിച്ചറിഞ്ഞില്ലേ? यहोवा परमेश्वर अब्राहम को सुधि दिया नहीं है। ആമേൻ. എന്നാൽ ദൈവം പറയുന്നത് ഇനിയും ഇനിയും നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക എന്ന. यहोवा परमेश्वर ने यह बात दी, आज और तूने मेरा पीछे अच्छे चाल चलेंज हो जाए। ആമേൻ. ശലോമോന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാത്തതിന്റെ കാരണമുണ്ട്. सलोमन का जीवन में ये बात अनुकूल रीति पर नहीं आया। കാരണം അവൻ ചോദിക്കാത്തതെല്ലാം ദൈവം അവന് നൽകി കൊടുത്തു. कारण यही है, उन्होंने पूछा नहीं, ऐसी बात भी परमेश्वर ने सलोमन को दी गई है। കാരണം നമ്മൾ പാടാറുണ്ട്, അർഹിക്കാത്ത നന്മകളെല്ലാം തന്ന് ദൈവം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ പാടാറുണ്ട്. हम गीतों के द्वारा परमेश्वर को महिमा देते हैं, आग्रह इच्छा नहीं रखा, वही चीज भी यहोवा ने हमारे लिए दी है। അപ്പോ ഈ യാചിക്കാത്ത പലതും ലഭിക്കുമ്പോൾ മനുഷ്യൻ അഹങ്കരിച്ചു പോകുന്നു. और हम योग्य नहीं, अयोग्य है, फिर भी परमेश्वर ने बहुत सारे चीज देता है, तब हम घमंडी बन जाते हैं। അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ചിലത് കൈ വന്നു പോകുമ്പോൾ പലരും ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്നത് കാണുവാൻ കഴിയും. हम आग्रह आशा रखा नहीं, ऐसी चीज बात हमारे हाथ में आते हैं, तब हम घमंडी बन जाते हैं। അവന്റെ ജീവിതത്തിൽ അവന് ചോദിക്കാത്തതും ചോദിച്ചതും എല്ലാം ലഭിച്ചപ്പോൾ അവൻ ദൈവസന്നിധി വിട്ട് അകന്നു പോകാൻ ഇടയായി. परमेश्वर की ओर उन्होंने पूछा नहीं पूछा, सारे वस्तुओं यहोवा ने दिया, इसी कारण में उम्र बढ़ने के समय अहंकारी बन गई है। എന്നാൽ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, याकूब के पत्र 4 अध्याय में हम पाया जाता है, അവൻ നമ്മുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കത്തില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. शुभ संदेश, शुभ वर्ष सदा सर्वदा हमारे लिए बने रहेगा है नहीं। എന്ന് പറഞ്ഞാൽ എല്ലാ നാളും ഒരുപോലെ അവൻ സുഖിച്ചു കഴിയാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. हर समय साल भर कर सुख सुखी में रहे, ये बात हम चिंता नहीं करना। ആമേൻ. ദൈവം തരുന്നത് ആമേൻ നന്ദിയോടെ അനുഭവിച്ച് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കുക. प्रभु ने हमारे लिए दिया है, देता है, देने का समय सुख सुखी जीवन बिताना भरा है। അതെ, ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിച്ചിട്ടും അവനത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. परमेश्वर ने प्रकट की, फिर भी संपूर्णता में आने के लिए शलोमोन का जिंदगी में होगा नहीं। പക്ഷെ അബ്രഹാമിന്റെ ജീവിതം നോക്കുമ്പോൾ അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചതുകൊണ്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. इब्राहिम का जिंदगी में फेर फर्क है। यहोवा ने कहा, वो कहने की रास्ता पर गया, इसी कारण में इब्राहिम को परमेश्वर ने अनुग्रह दी। അവൻ ദൈവസന്നിധിയിൽ ചോദ്യം ചെയ്തില്ല, ദൈവം പറഞ്ഞതിന് വിരോധമായിട്ട് അവൻ ഒന്നും സംസാരിച്ചില്ല, അവൻ അത് അതുപോലെ സ്വീകരിച്ചു. यहोवा परमेश्वर ने कहा, इब्राहिम ने आज्ञाकारी बन गया, वो उल्टा बात नहीं किया, उल्टा रास्ता पर नहीं किया, प्रभु ने कहा वो रास्ता पर चले गया। നാം ആണെങ്കിൽ ദൈവത്തോട് ചില സംശയങ്ങളെങ്കിലും ചോദിച്ചേനെ. मैं और आप हो परमेश्वर की और कुछ शक की बात कहने लगेंगे। എന്നാൽ അബ്രഹാം അതൊന്നും ചോദിച്ചില്ല. അബ്രഹാമിന് കാര്യം മനസ്സിലായി, അവൻ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. इब्राहिम ने कुछ बात पूछताछ नहीं की, यहोवा ने क्या कहा वही रास्ता पर इब्राहिम ने गया है। അവൻ അതുകൊണ്ടാണ് അബ്രഹാം അവിടെ അനുഗ്രഹം പ്രാപിച്ച് മുന്നേറിയത് കാണാൻ കഴിയുന്നത്. इसी कारण अब्राहम ने आशीष पाकर आगे बढ़ गई है। ആമേൻ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. हमारा जिंदगी में परमेश्वर की ओर हम धार्मिकता में रहने के लिए प्रभु के वचन हमको आमंत्रण देता है। ആമേൻ. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. ऐसा ही समय बिताएंगे
प्रभु हमें अनुग्रह दिया देंगे। അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ प्रेरितों का काम 24वां अध्याय में हम ये वचन पाया जाता है। അതിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് രാജശ്രീയായ ഫെലിക്സിനോട് സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. 16वें पद में प्रेरित पौलुस ने राजश्री फेलिक्स की ओर कहते शब्द वहां पर दिया गया है। അവൻ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. और पौलुस ने उन कहते रहते हैं यहोवा परमेश्वर मसीह और मनुष्यों का साथ और कुठारोपित न होने के लिए जीने के लिए मैं परिश्रम करता हूं। അതെ, താൻ പറയുന്നത് ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പാകെയും കുറ്റമില്ലാത്തവരായി നടക്കുവാൻ, ഒരു കുറ്റം ആരോപിക്കപ്പെടാതിരിക്കുവാൻ ഞാൻ ഓരോ ദിവസവും പരിശ്രമിക്കുക. लोगों ने मेरे ऊपर एक अपराध की शब्द देने की पहले और मसीह की चाल चलन में जाने के लिए मैं तैयारी के साथ जा रहा है। അവനെ ഒരു കുറ്റക്കാരനായി ഈ രാജാവിന്റെ മുൻപിൽ നിർത്തപ്പെടുമ്പോൾ कुठारोपित कर अपराधी कर राजा की सामने खड़ा करने के समय അവിടെ നിന്ന മനുഷ്യരെല്ലാം അവന് വിരോധമായിട്ട് സംസാരിക്കുമ്പോൾ उसके सामने जितने लोग थे उन्होंने उनका विरोध में लड़ते हुए समय പൗലോസ് ധൈര്യസമേതം പറയുക, ഞാൻ മനുഷ്യന്റെ മുമ്പാകെയും ദൈവത്തിന്റെ മുമ്പാകെയും കുറ്റമില്ലാത്തവനായി നടക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. मैं मनुष्यों के सामने हमारा मसीह के सामने मैं निर्दोषी रहने के लिए मैं आगे बढ़ा था। പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവനും നമുക്ക് വിരോധമായി വിരൽ ചൂണ്ടാം, നമ്മെ കുറ്റം വിധിക്കാം. प्यारो, दुनिया संसार पूरा हमें अपराधी नाम देकर हमें आरोपित कर सकते हैं। ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. हमारा अंधकरण हमें आरोपित में दोषित ना रहेगा तो मनुष्य और मसीह के सामने हिम्मत से प्रार्थना कर सकते हैं। അതെ, ആമേ, നമ്മെ മനസ്സിലാക്കുന്ന ആൾക്കാര് നമ്മെ ഏത് രീതിയിലാണ് നമ്മെ മനസ്സിലാക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. हमारे बारे में जानने वाले कई प्रकार उसका रास्ता क्या वो आधार पर हमें नहीं बताते हैं। അവർ ആമേ നമ്മെ കാണുന്നത് പോലെ ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതം. हमें देखते हैं ऐसा ही हमारा नहीं जिंदगी नहीं होते हैं। എന്നാൽ നമ്മെ അറിയുന്ന, നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ये बात जांचने हमारे पूरे जिंदगी जांचने वाला एक मसीह हमारे लिए है। എന്നാൽ ആമേൻ, ഇവിടെ ആമേ പറയുന്നത്, ആമേ ദൈവ സന്നിധിയിൽ നീതിമാനായി നടക്കുക, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. वो परमेश्वर ने हमारे ये चेतावनी देता है उनके सामने सीधा साधा सरल व्यक्ति बन जाकर आगे बढ़े। ആമേ, യോബിനെ കുറിച്ചും ദൈവം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. अय्यूब के बारे में वो परमेश्वर ने एक गवाही देता है। ആമേൻ, അവനെ കുറിച്ച് ദൈവത്തിന് ആമേ ശക്തമായിട്ട് പറയുവാൻ കഴിയും അവൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്ന്. यहोवा परमेश्वर को कह सकते हैं इतने सामर्थ्य के साथ अय्यूब कैसे उनका चाल चलन है। അവൻ കാരണം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ അവനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. प्रथम अध्याय प्रथम पद में यहोवा परमेश्वर ने अय्यूब के बारे में इतना अच्छा गवाही दी है। ആമേൻ, അവന് 4 സാക്ഷ്യം അവിടെ പ്രാപിച്ചു. അവൻ 4 प्रकार की गवाह बन गई। ആ 4 സാക്ഷ്യവും അവന്റെ 4 ചുറ്റും വേലിയായി നിന്നു. 4 प्रकार की गवाही उनका चारों तरफ वाटिका बनाया है। അതുകൊണ്ട് അവനെ സ്പർശിക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. इसी कारण में शैतान घर रहने के लिए कोई अनुमति नहीं दे। അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. वो निष्कपट रीति पर गए और अपराध को छोड़ने वाले
और मन परमेश्वर के साथ भी साथ लगे रहने वाले थे. അവൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആമേ ദൈവസന്നിധിയിൽ തന്റെ കുറവുകളെ പരിശോധിക്കുന്ന വ്യക്തിയായിരുന്നു. आयुब ने निरंतर परमेश्वर के साथ वार्तालाप करने वाले, प्रार्थना करने वाले, आज जिंदगी को जांचने वाले थे. അത് തന്റെ മക്കളുടെ ജീവിതത്തിലും അവൻ എപ്പോഴും ശ്രദ്ധാലു ആയിരുന്നു. അവർ അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിനുവേണ്ടിയും പ്രായശ്ചിത്തം ചെയ്യുന്നവൻ. और पुत्र पुत्रियों के लिए भी जागते रहते थे. उनका चाल चलन कैसे है? कोई अपराध किया तो माफी मांगने के लिए बलि चढ़ाया था. കാരണം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. भजन संगीत 15वां अध्याय 12वां पद में ये वचन दिया है. 19-12 തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കും. भजन संगीत में लिया है अपना अपराध को जांचने वाला कौन है? ആമേൻ. പിന്നീടും അവിടെ പറയുന്നത് ആമേ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമെന്ന്. और छुपा कर छुप गया जो अपराध को ढांप कर मुझे पवित्र करे. കാരണം ഞാൻ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി നടക്കേണ്ടതിന്. कारण मसीह का सामने निर्दोषी होकर रहने वाले हैं. അപ്പോ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി നടക്കുവാൻ തന്നെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണുന്നത്. और निर्दोषी होकर रहने के लिए हमारा चाल चलन अच्छे रीति पर जाने के लिए आमंत्रण दिया है. അവൻ ഇവിടെ പ്രൈസലോട് പറയുന്നത് അവൻ തന്നെ പരിശോധിക്കും, തന്റെ കുടുംബത്തെ പരിശോധിക്കും, തന്റെ മക്കളുടെ ജീവിതവും പരിശോധിക്കും. अपने आप को जांच ले, उनके परिवार को सुधीरे, और परिवार जीवन में कुछ कमी इकट्ठे होते हैं जो भी जांचने वाले हैं. അതുകൊണ്ടാണ് ആമേ തിരുവചനം നമ്മോട് ഇങ്ങനെ പറയുന്നത്. इसी कारण में धर्मशास्त्र में यही बात सिखाते हैं. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ पहले यूहन्ना की पत्री 3रा अध्याय उसका 7वां पद में लिखा है, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ये बालकों, कोई किसी ने तुम्हें भटकाना नहीं. धार्मिक करने वाले धार्मिकता में रहने वाले हैं. ആമേൻ. അതുകൊണ്ട് ആമേ ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ നമ്മൾ നീതിയുള്ളവരായി തീരുക. धार्मिकता में वो परमेश्वर है, इसलिए हम भी धार्मिक बने. കാരണം ഇതിൽ നിന്നും പലരും നമ്മെ തെറ്റിക്കും. कारण इसी में से हमको फिसलने देता है. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാൻ ഇടവരുത്തരുതെന്നാണ് യോഹന്നാൻ പറയുന്നത്. यूहन्ना ने यही आज्ञा वाणी दी है, हमें फिसलने देते हैं और शत्रुओं ने. ആമേൻ. അതുകൊണ്ട് ആമേൻ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. इसी कारण में आज के दिनों में अपने आप को जांच ले. ആമേൻ. പത്രോസ് നമ്മോട് പറയുന്നത് ആമേൻ നമുക്ക് ഒന്ന് വായിക്കാം. पत्रोस ने जो बात कहा हम पढ़ेंगे. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ दूसरा पत्रोस 3रा अध्याय 7वां पद 14 पद. ആമേൻ. അവിടെ പത്രോസ് ആമേൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. पत्रोस ने ऐसा चिल्लाया, ആമേൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീൻ. इसलिए है प्रियो, जब भी तुम इस बातों की आस देखते हो तो यत्न करो कि तुम शांति से उसके सामने निष्कलंक और निर्दोष ठहरे. ആമേൻ. ദൈവസന്നിധിയിൽ ആമേൻ നിഷ്കളങ്കരായി കുറ്റമില്ലാത്തവരായി ജീവിക്കുവാൻ ഇവിടെ പത്രോസ് നമ്മോട് ആഹ്വാനം ചെയ്യുക. प्रेरित पत्रोस ने आह्वान देता है, निर्दोष और निष्कलंक रीति पर हमारे जीवन बिताए. അത് പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ദൈവിക നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നത്.
मसीह हमारे में से चाहते हैं ऐसी रीति पर जाए हम उनका सामने सफर बने. നമ്മൾ ഈ കർത്തൃമേശ നടക്കുമ്പോൾ മാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. प्रभु भोजन की समय केवल उसी घड़ी में कहते हुए एक बात है. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ തങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഇതെടുക്കാനെന്ന്. मनुष्य अपने आप को जांच ले उसके बाद में भोजन उठा ले. പ്രൈസ് ദി ലോർഡ്. അവിടെ മാത്രം പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് മാത്രം ഇത് എടുത്താൽ മതി, എനിക്ക് നിങ്ങളെ പരിശോധിക്കാൻ കഴിയത്തില്ല. वो वही समय कहते हैं अपने आप को जांच ले, रोटी थोड़े दाकरस पिए, मैं आपको जांच नहीं सकते हैं. പ്രൈസ് ദി ലോർഡ്. കാരണം എനിക്ക് അവിടെ നിങ്ങളെ വിധിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. मैं आपको विधि देने के लिए मैं योग्य नहीं है. ആമേൻ. എന്നാൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ മറ്റുള്ളവരെ വിധിക്കാറുമുണ്ട്. केवल इतना समय सिवा बाकी समय दूसरों को हम विधि देता है. ദൈവവചനം ചോദിക്കുന്നത് മറ്റൊരു വ്യക്തിയെ വിധിക്കുവാൻ നീ ആരാ? धर्मशास्त्र यही हम सिखाते हैं, औरों को गुणा देने के लिए तू कौन है? നമുക്ക് അതിലേക്കുള്ള അധികാരം തന്നിട്ടില്ല. നമുക്ക് നമ്മെ തന്നെ ഈ നാളുകളിൽ ശോധന ചെയ്യാം. हमको जो अधिकार नहीं दिया अपने आप को जांच ले. കാരണം നമ്മുടെ കുറവുകൾ, നമുക്ക് പറഞ്ഞിരിക്കുന്ന കുറവുകളെ നമ്മൾ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ നീതിയുള്ളവരായി തീരുക. अपना जिंदगी शुद्ध पवित्र होकर हमारा परमेश्वर के सामने धार्मिकता में रहना आवश्यकता है. കാരണം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിരിക്കാം. कोई भी हो, किसी का भी हो, हमारा जिंदगी में कमी कटी शायद रह जाएंगे. കാരണം ഞാൻ എന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ എന്റെ കണ്ണിൽ കുറവുകളൊന്നും കണ്ടെന്ന് വരത്തില്ല. हम मेरा आंख में देखे मेरे आंख में कुछ कमी कटी नहीं रहते हैं. എന്നാൽ മറ്റൊരു വ്യക്തി എന്നെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് ആ കുറവുകൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കും. औरों ने हमारे ओर देखते हैं, हमारा जीवन में कई प्रकार के प्रश्न भी होते हैं. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്നോട് തന്നെ നിങ്ങൾക്ക് പറയാം. परमेश्वर के दास ने ऐसे प्रकार बात करते हैं, मेरा जिंदगी में कुछ कमी कटी हो मेरी और आप कहे मैं वो बात ठीक करूंगा. പക്ഷെ പലപ്പോഴും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആരും പറയാറില്ല. അത് വേറെ വ്യക്തികളിൽ കൂടെ ആയിരിക്കും കേൾക്കുന്നത്. और सीधा साधा वो बात मेरे और नहीं कहते हैं, औरों की तरफ से मेरा कान में पहुंचते हैं. എന്നാൽ എന്നോട് തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമായുണ്ട്. परमेश्वर के दास की ओर सीधा बात बोलकर कहेगा तो परमेश्वर के दास को आनंद होते हैं. ഞാൻ സഭകളിലും ഇങ്ങനെ ഞാൻ പഠിപ്പിക്കാറുള്ളത്. चर्च में मंडली में भी मैं ये बात सिखाते हैं. കാരണം മറ്റുള്ളവർ എന്നെ കാണുന്നത് പോലെ എനിക്ക് കാണാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. औरों ने परमेश्वर के दास को देखते हैं, ऐसे प्रकार अपने आप को देख नहीं सकते हैं. മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ അനേക കുറവുകൾ അവർ കണ്ടെന്ന് വരാം. औरों ने देखते हैं मुझे में वो कई प्रकार के कमी कटी होते हैं. പക്ഷെ അത് നേരെ വിളിച്ചു പറയുമ്പോഴായിരിക്കും അവിടെ ദൈവസന്നിധിയിൽ നീതിയായിരിക്കുന്നത്. और मुहामुह देखते हुए कहेगा तो हम वहां पर धार्मिक हो जाते हैं. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നത് അവർ കുടുംബമായി ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി തീർന്നു. यहाँ पर बाइबल में हम पाया जाता है वो परिवार समेत धार्मिकता में है. ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തെയും ആ നീതീകരണത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. हमारा पारिवारिक जीवन भी ये धार्मिकता में जाने के लिए हम प्रयत्न करें. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ये दिनों में अपने आप को थोड़ा जांच ले. നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായും നീതിയുള്ളവരുമായി കഴിയുന്നുണ്ടോ? हम कई प्रकार के स्थानों में अंग भंग और कुछ आरोपित ना रहे, निर्दोषी रहने के लिए हम प्रयत्न करें. സഖരിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നത് പോലെ जकरिया एलिशबेत दोनों
धार्मिकता में जीवन बिताया। അവൻ നോഹയും കുടുംബവും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നത് പോലെ नूह और उनका परिवार धार्मिकता में थे। അബ്രഹാം ദൈവസന്നിധിയിൽ നീതിയുള്ളവനായി നടന്നതുപോലെ इब्राहिम यहोवा परमेश्वर के सामने धार्मिकता में थे। ആമേൻ. പൗലോസ് ആമേൻ വിളിച്ചു പറഞ്ഞതുപോലെ ഞാൻ മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പാകെ കുറ്റമില്ലാത്തവനായി നടക്കുവാൻ പരിശ്രമിക്കുന്നു. प्रेरित पौलुस ने और ऐसे चिल्लाया, मनुष्य और परमेश्वर के सामने कुछ आरोपित में ना रहते हैं, निर्दोषी है ऐसे जीवन बिताने के लिए। ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज सुबह ही वक्त हमारा मसीह की हाथों में अपने आप को समर्पण कर दे। കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഈ നാളുകളിൽ അങ്ങനെയായി തീരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. बीते वर्ष समयों में ऐसे अर्पण नहीं किया तो और अर्पण करने के लिए तैयारी की साधन है। ആമേൻ. ദാവീദ് പറഞ്ഞതുപോലെ ആമേ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. दावीद ने ऐसी प्रार्थना किया, मेरे में अज्ञानत में गुप्त में रहते हैं, ये अपराधों को जांच लेकर मुझे और माफी दे। അവൻ പറയുന്നത് എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ അത് യോഗ്യമായി തീരണം. वो कहते हैं हमारा मुंह से निकलते हुए छली बात और जिंदगी की अपराध के काम क्षमा कर कर हमें शुद्ध पवित्र करे। ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. सिर झुकाए हम प्रार्थना करें। സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, हे स्वर्गीय परमेश्वर, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. अच्छे सुंदर समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഇന്ന് പകൽക്കാലവും ഞങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. आज अपने आप को जांच लेने के लिए प्रभु ने अवसर दिया, इसी कारण में धन्यवाद। ദൈവ സന്നിധിയിൽ നീതിയുള്ളവരും നിഷ്കളങ്കരമായി നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. यहोवा परमेश्वर के सामने धार्मिकता में और अच्छे जिंदगी बिताने के लिए सहाय दे। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ये वचन सुना हुआ सारे सब होगी तेरी हाथों में समर्पण कर देते हुए प्रार्थना करते हैं। ശുശ്രൂഷിപ്പാൻ ഞങ്ങളെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. सेवकाई के लिए हमें भी बल दिया, इसी कारण में धन्यवाद। കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. यीशु ने तूने हमें अनुग्रह दिया, धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना इसलिए धन्यवाद, यीशु मसीह के नाम में आमीन। ആമേൻ.